അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളും നയപ്രഖ്യാപനങ്ങൾ കാരണവും ഓരോ ദിവസവും മാർക്കറ്റ് വലിയ ചാഞ്ചാട്ടത്തിലാണ്. ഇന്ന് ചൈന അമേരിക്ക ഇതൊരു വേൾഡ് വാറായേക്കാം എന്ന് പോലും വിലയിരുത്തുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനോടകം മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ താരിഫിൻ്റെ പുറത്തുള്ള റെസിപ്രോക്കൽ താരിഫും അതിൻ്റെ പുറത്തുള്ള വേൾഡ് വാറും ഒക്കെ എവിടെ വരെ എത്തി നിൽക്കുന്നു, ഓരോ ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് വിശദമായി നോക്കാം. ആദ്യമേ പറഞ്ഞോട്ടെ, ഈ ചാനൽ വഴി പരമാവധി ചെയ്യാറുള്ളത് പ്രവാസികൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക കാര്യങ്ങളും ഏറ്റവും ബേസിക്കായിട്ട് പഠിച്ചു തുടങ്ങേണ്ട ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെയാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രവാസികളുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ള മാർക്കറ്റിനെ പറ്റിയും ഫിനാൻസിനെ പറ്റിയും പഠിക്കാൻ താല്പര്യമുള്ള പ്രവാസികളുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് താരിഫ് എന്ന വാക്കാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അമേരിക്ക US പ്രശ്നത്തിലേക്കൊക്കെ എത്തും മുമ്പ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഫ്ലക്ച്വേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പഠിക്കുന്നതിന് മുമ്പ് ആദ്യമായി എന്താണ് താരിഫ് എന്ന് പഠിക്കാം. എന്താണ് താരിഫ്? താരിഫ് ഓർ ടാക്സ് ബോട്ടഡ് ഫ്രം വൺ കൺട്രി ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു അനദർ കൺട്രി. അതായത് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോഴോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുമ്പോഴോ അവിടെ വരുന്ന ടാക്സിനെയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ താരിഫ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡൊമസ്റ്റിക് ലെവലിലാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ടാക്സ് എന്ന് വിളിക്കും. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അതിനെ GST എന്ന് വിളിക്കാം. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ അവിടെ കൊടുക്കേണ്ടി വരുന്ന ടാക്സിനെ നമുക്ക് താരിഫ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ താരിഫ് കൂട്ടും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സമയത്ത് പോലും അവിടുത്തെയുള്ള ആളുകൾക്ക് കൊടുത്തിരുന്ന വാഗ്ദാനവും അതായിരുന്നു. പക്ഷേ ഇന്ന് അത് എവിടെ വരെ എത്തി നിൽക്കുന്നു നോക്കുമ്പോൾ ഇത് വലിയ പ്രശ്നത്തിലേക്ക് ആ താരിഫിൻ്റെ പുറത്തുള്ള താരിഫും ഒക്കെ എത്തി നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അമേരിക്കയിൽ താരിഫ് കൂട്ടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയാനുള്ള കാരണം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും താരിഫ് കൂട്ടുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയും. കാരണം ടാക്സ് കൂടുതലായിട്ട് താരിഫ് മറ്റു രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അമേരിക്കയിലുള്ള പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രോഡക്ട്സിൻ്റെ വിൽപ്പന അമേരിക്കയിൽ കൂട്ടാൻ സാധിക്കും എന്നുള്ളതായിരിക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഇന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം. അങ്ങനെ പുതിയ താരിഫ് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റെസിപ്രോക്കൽ താരിഫ് അദ്ദേഹം April 2 അനൗൺസ് ചെയ്യുന്നു. എന്താണ് റെസിപ്രോക്കൽ താരിഫ്? അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് റെസിപ്രോക്കൽ താരിഫ് ഇതായിരുന്നു: നിങ്ങൾ എത്രയാണോ ടാക്സ് എന്നിൽ നിന്ന് ഈടാക്കുന്നത്, അതായത് അമേരിക്കയിൽ നിന്ന് ഒരു രാജ്യം എത്രയാണോ ടാക്സ് നിങ്ങൾക്ക് ഞാൻ സാധനങ്ങൾ അവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈടാക്കുന്നത്, അതേ താരിഫ് ഞാൻ നിങ്ങൾക്കും ഈടാക്കും എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ റെസിപ്രോക്കൽ താരിഫിൻ്റെ ഇൻട്രൊഡക്ഷൻ അതായിരുന്നു. എന്നാൽ അദ്ദേഹം റെസിപ്രോക്കൽ താരിഫ് കാൽക്കുലേറ്റ് ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം അനൗൺസ് ചെയ്ത് നിങ്ങൾ കേട്ട് കാണും. ഓരോ രാജ്യങ്ങളുമുള്ള റെസിപ്രോക്കൽ താരിഫ് April 2 അദ്ദേഹം അനൗൺസ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഓരോ രാജ്യങ്ങൾക്കും അദ്ദേഹം ഓരോ റെസിപ്രോക്കൽ താരിഫ് അനൗൺസ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ച റെസിപ്രോക്കൽ താരിഫ് 26% ആയിരുന്നു, ചൈനയ്ക്ക് അത് 34% ആയിരുന്നു, ജപ്പാന് 29% ആയിരുന്നു, പാകിസ്ഥാന് 29% ആയിരുന്നു, ശ്രീലങ്കയ്ക്ക് 44%. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്ക് അദ്ദേഹം ഓരോ റെസിപ്രോക്കൽ താരിഫ് അനൗൺസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ റെസിപ്രോക്കൽ താരിഫിൻ്റെ ഇക്വേഷൻ മറ്റൊന്നായിരുന്നു. എന്തായിരുന്നു? അദ്ദേഹം നമ്മൾക്ക് എത്രയാണോ ടാക്സ് അതേ സെയിം ടാക്സ് നമ്മൾ തിരിച്ചു തരും എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം. പക്ഷേ റെസിപ്രോക്കൽ താരിഫ് അദ്ദേഹം അനൗൺസ് ചെയ്ത രീതി ഇതൊന്നും ആയിരുന്നില്ല. അവിടെ മറ്റൊരു ഇക്വേഷൻ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത് വ്യാപാര കമ്മി എന്നൊരു കാര്യമുണ്ട്. ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് വ്യാപാര കമ്മി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതായത് ഇന്ത്യ അമേരിക്കയിലേക്ക് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വർഷം $500 ബില്യൺ കരുതും. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഇന്ത്യയിലേക്ക് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുന്നത് ഒരു $200 ഇരിക്കട്ടെ. ഒരു വർഷത്തെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കമ്മി അപ്പോൾ 300 ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ വ്യാപാര കമ്മി വെച്ചിട്ടാണ് അദ്ദേഹം ഈ റെസിപ്രോക്കൽ താരിഫിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തത്. എക്സാമ്പിൾ നോക്കാം. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കമ്മി $295.4 ബില്യൺ ആയിരുന്നു. അമേരിക്കയിലേക്ക് ചൈന എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ $439.9 ബില്യൺ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ 67.15% ആണ് അത്. ആ ഒരു ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം. അതിനെ 2 ഡിവൈഡ് ചെയ്ത് 34 എന്നതാണ് അമേരിക്ക ചൈനയ്ക്ക് ഈടാക്കിയ പുതിയ റെസിപ്രോക്കൽ താരിഫ്. ഇതേ രീതിയിലാണ് മറ്റെല്ലാ രാജ്യങ്ങൾക്കും അദ്ദേഹം റെസിപ്രോക്കൽ താരിഫ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഇവിടെ തന്നെ എന്തുണ്ടായി? അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ എനിക്ക് തരുന്ന താരിഫ് ഞാൻ തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തത് വ്യാപാര കമ്മി വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ നയത്തിൽ മാറ്റമുണ്ടായി. വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടായി. അപ്പോൾ തന്നെ ഈ ദിവസം ഇന്ത്യൻ മാർക്കറ്റ്, വേൾഡ് മാർക്കറ്റിലൊക്കെ തന്നെ വലിയ കറാശ സംഭവിച്ചു. ഇന്ത്യൻ മാർക്കറ്റ് ഏകദേശം 3.4% ആണ് Nifty 50 അന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഇടിഞ്ഞത്. അതൊരു പക്ഷേ ഏറ്റവും കുറവാണ്. ഏഷ്യൻ രാജ്യങ്ങളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഇടിവ് നടന്നത് ഇന്ത്യൻ മാർക്കറ്റിലാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്.
അങ്ങനെ ഇത് ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ വിപ്ലവം അല്ലെ എക്കണോമി തകരുന്നൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പക്ഷേ ചൈന ഈ സമയത്ത് ഒരു സ്റ്റേൺ ആയിട്ടൊരു നിലപാടെടുത്തു. നിങ്ങൾ ഞങ്ങൾക്ക് താരിഫ് കൂട്ടിയാൽ ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്കും താരിഫ് കൂട്ടുമെന്ന വലിയ സ്ട്രോങ് നിലപാട് ചൈന എടുത്തു. അങ്ങനെ ചൈന എടുക്കാൻ ശ്രമിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു അങ്ങനെ നടക്കില്ല, നിങ്ങൾ ഇനി ഞങ്ങൾക്ക് താരിഫ് പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ പുതിയൊരു താരിഫ് വീണ്ടും അപ്ലൈ ചെയ്യും, അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ ട്രംപ് പറയുന്നു. പക്ഷേ അങ്ങനെ ചൈന അതിനോടൊന്നും ചെവി കൊടുക്കുന്ന കാഴ്ച ഉണ്ടായില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫ് കൂട്ടി അവസാനം ഇന്നത്തെ നിൽക്കുന്നത് ചൈന അമേരിക്കയിലേക്ക് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 125% താരിഫ് ചൈനയ്ക്ക് കൊടുക്കേണ്ടി വരും. തിരിച്ച് ചൈനയിലേക്ക് അമേരിക്ക ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അമേരിക്കയ്ക്കും 125% താരിഫ് കൊടുക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഒരു വേൾഡ് വാറിലേക്ക് പോലും പോയേക്കാമെന്ന് നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ടി വരുന്നത്. അപ്പോൾ അതിനിടയിൽ അമേരിക്ക ഒരു രാജ്യത്ത് പോലും ഈ താരിഫ് കൂട്ടിയപ്പോൾ അവിടെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം എന്താണ്, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കാൻ ഐഫോൺ പോലെ ഒരു സാധനം പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലേക്ക് എവിടെ നിന്നാണ് വരുന്നത്? ചൈനയിൽ നിന്നും 20% ഇന്ത്യയിൽ നിന്നുമൊക്കെയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും താരിഫ് കൂടുമ്പോൾ ഐഫോണിൻ്റെ റേറ്റും കൂടും. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നു. ഈവൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി, അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്ന പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ആളുകൾ പോലും തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാവാം ഒരുപക്ഷെ, അല്ലെങ്കിൽ അതുകൊണ്ടല്ല മറ്റെന്തെങ്കിലും പോളിസി കൊണ്ടാവാം, ട്രംപ് April 9 വീണ്ടും ഇത് റെസിപ്രോക്കൽ താരിഫിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു. അദ്ദേഹം പറഞ്ഞു റെസിപ്രോക്കൽ താരിഫ് ഞാൻ അനൗൺസ് ചെയ്ത താരിഫ് തൽക്കാലത്തേക്ക് ഞാൻ പോസ് ചെയ്ത് നോക്കുകയാണ്, അത് 90 ഡേയ്സിലേക്ക് ഞാൻ പോസ് ചെയ്യുന്നു, നിങ്ങൾ ഇത്രയും തരേണ്ടി വരില്ല, നിങ്ങൾക്ക് ബേസ് താരിഫ് ഞാൻ പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ താരിഫ് റേറ്റ് ഓരോ രാജ്യങ്ങളുടെയും റേറ്റ് 10% കൊണ്ടുവന്നു. അതിനെ ബേസ് താരിഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ബേസ് താരിഫാണ് 90 ഡേയ്സിലേക്ക് ഓരോ രാജ്യങ്ങൾക്കും കൊടുക്കേണ്ടി വരുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ബേസ് താരിഫിലേക്ക് എല്ലാ രാജ്യങ്ങളെയും എത്തിക്കാം എന്നുള്ളതായിരിക്കും. നേരത്തെ അമേരിക്കയിലേക്ക് ഒരു സാധനം നമ്മൾ കയറ്റി അയക്കുമ്പോൾ അതിൻ്റെ ഇൻബോർഡ് ഡ്യൂട്ടി 2.8% ആയിരുന്നു. ഇപ്പോൾ അത് 10% ആയാലും ലാഭം അമേരിക്കയ്ക്ക് തന്നെയാണ്. ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചതായിരിക്കാം, ആദ്യം ഒരു വലിയ താരിഫ് പ്രഖ്യാപിക്കാം, അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ എതിർപ്പ് വരും, അതിനുശേഷം കുറയ്ക്കാം, അങ്ങനെ ഒരു 10%എങ്കിലും ഒരു ബേസ് താരിഫെങ്കിലും പിടിച്ചെടുക്കാം എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വിജയിച്ചു. അതായത് നേരെ മറിച്ച് അദ്ദേഹം ആഗ്രഹിച്ചത് ഈ വലിയ താരിഫായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇത് അദ്ദേഹത്തിൻ്റെ തോൽവിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല വിഷയം. ഇപ്പോൾ മറ്റു രാജ്യങ്ങൾക്കെല്ലാം ബേസ് താരിഫ് അനൗൺസ് ചെയ്തു, ഒറ്റ രാജ്യത്തിന് മാത്രം 125% കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ അമേരിക്കയും ചൈനയുമായി ഈ വിഷയം മാറിയിരിക്കുന്നു. പക്ഷേ ചൈന തോറ്റു പിന്മാറാൻ തയ്യാറല്ല. ചൈന പറഞ്ഞത് നിങ്ങൾ അമേരിക്കൻ മാർക്കറ്റ് ഇല്ലെങ്കിൽ പോലും വേൾഡ് മാർക്കറ്റുകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ചാൻസ് ഉണ്ട്, ഞങ്ങൾ അത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ചൈന വളരെ സ്ട്രോങ് നിലപാടെടുക്കുന്നു. ഇന്ത്യയോട് പോലും ചൈന വലിയ രീതിയിൽ പഴയ സ്റ്റാൻഡിലല്ലാതെ പുതിയൊരു ബന്ധമുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് April 15 ഒരുപക്ഷെ ഓരോ മണിക്കൂറിലും ഓരോ ദിവസവും മാറ്റങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നയങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം നയങ്ങൾ മാറിയേക്കാം. ഏതായാലും April 15 ഡേറ്റയൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധിക്കണം. സ്വാഭാവികമായിട്ടും SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യുന്ന സാധാരണക്കാരായ ഇൻവെസ്റ്റേഴ്സിന് ഒരുപക്ഷെ കഴിഞ്ഞ വളരെ ചെറിയ സമയം കൊണ്ട് മാർക്കറ്റ് കണ്ടു തുടങ്ങിയിരിക്കുന്ന പല ആൾക്കാർക്കും നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കും ഒരുപക്ഷെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പേടിച്ചിരിക്കുകയായിരിക്കും, എന്തിനാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ തുടങ്ങിയത്, ഇത് വളരെ ബാഡ് ടൈമിലാണല്ലോ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചത് എന്നൊക്കെ കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ എന്താണ് ചെയ്യേണ്ടതും കൂടി നമുക്ക് വിശദമായി നോക്കാം. എല്ലാവരും പറഞ്ഞത് 12% പ്രോഫിറ്റ് കിട്ടുമെന്നാണല്ലോ, എന്നിട്ട് ഇപ്പോൾ എനിക്ക് പ്രോഫിറ്റും ഇല്ല, എനിക്ക് നെഗറ്റീവ് റിട്ടേൺ ആണല്ലോ എന്നൊക്കെ ആയിരിക്കും പലരും കരുതുന്നത്. അപ്പോൾ 12% പ്രോഫിറ്റ് ലോങ് ടൈമിലേക്കാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഒരു ആൾ പോലും എനിക്ക് തോന്നുന്നില്ല, വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റുകൾ വായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ മീഡിയ വഴി പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും. അവിടെയൊക്കെ ആരെങ്കിലും നിങ്ങളോട് വലിയ മാർക്കിൽ നിന്ന് വലിയ റിട്ടേൺ എല്ലാ സമയത്തും കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കാനേ പാടില്ല. അത് തെറ്റായ കാര്യമാണ്. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് വേൾഡിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ അത് ഓരോ രാജ്യത്തെ മാർക്കറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. ചില സമയങ്ങളിൽ അത് ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളോളം അതേ സ്റ്റഡി ആയിട്ട് മാർക്കറ്റ് പോയേക്കാം, നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കും തരുന്നത്. പക്ഷേ ഓരോ വർഷവും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 2008 മാർക്കറ്റിൽ വലിയ ക്രാഷ് സംഭവിച്ചു, 2009 മാർക്കറ്റ് വീണ്ടും കയറി, പിന്നീട് 2014 to 18 മാർക്കറ്റിൻ്റെ നല്ല സമയമായിരുന്നു. അങ്ങനെ 2020 എത്തിയപ്പോൾ കൊറോണ വരുന്നു, മാർക്കറ്റ് വീണ്ടും ഇടിയുന്നു, ഒരു ദിവസം തന്നെ 15% മാർക്കറ്റ് ഇടിയുന്നു. എന്നാൽ അതിനുശേഷം 2020 to 2024 ഒക്ടോബർ വരെ മാർക്കറ്റ് വളരെ സ്ലോലി വളരെ വലിയ ഗ്രോത്തിലേക്ക് പോയി. അങ്ങനെ മാർക്കറ്റ് വളരെ വോളറ്റിലാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആദ്യത്തെ 3 വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഡിപ്പ്
കണ്ടിരിക്കും. ഒരു തവണയെങ്കിലും നിങ്ങളുടെ ടോട്ടൽ റിട്ടേണിൽ നെഗറ്റീവ് സംഭവിച്ചിരിക്കും. അതിന് ശേഷമാണ് മിനിമം ഒരു 3 ഇയറെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പോസിറ്റീവ് റിട്ടേൺ കിട്ടൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ തുടങ്ങി ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ച് നാളെ മുതൽ എനിക്ക് മാർക്കറ്റ് റിട്ടേൺ കിട്ടും, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്നൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഒരു ഫണ്ട് എടുക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അതിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 18.5% ആണ്. അതായത് നിങ്ങൾ 10 വർഷം മുമ്പാണ് പരാഗ് പരീഖ് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചതെങ്കിൽ 2015 നിങ്ങളുടെ ഇപ്പോഴത്തെ റിട്ടേൺ 18.5% ആയിരിക്കും. അതിന് നിങ്ങൾ 5 ഇയർ മുമ്പാണ്, അതായത് കൊറോണ ടൈമിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അത് 18.9 ആണ്. അതായത് ഓൾമോസ്റ്റ് 19% ആയത്. നിങ്ങളൊരു 3 ഇയർ മുമ്പാണ് 2022 ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചെങ്കിൽ നിങ്ങളുടെ പരാഗ് പരീഖിൻ്റെ റിട്ടേൺ 17% ആണ്. ഇനിയിപ്പോൾ 1 ഇയർ അത് മുമ്പാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അതിപ്പോൾ 3% ആണ്. ഒരിക്കലും ഓരോ ഫണ്ടുകളും തരുന്ന റിട്ടേൺ എപ്പോഴും ഒരേപോലെയല്ല. അത് എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന കറക്ഷൻ്റെ ഫലമാണ്. പക്ഷേ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വലിയ റിട്ടേൺസ്, ഇപ്പം പരാഗ് പരീഖ് 18.5% തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഫണ്ടുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിലുള്ള ഫണ്ട്സ് എല്ലാം തന്നിരിക്കുന്ന റിട്ടേൺ 18% ആണ്, ആവറേജ് റിട്ടേൺ. അപ്പോൾ 25 വർഷം പോലെ ലോങ് ടൈമിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് മാർക്കറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എന്ത് വേണം? വളരെയധികം പേഷ്യൻസ് വേണം. മാർക്കറ്റ് ക്രാഷ് ആകുമ്പോഴും മാർക്കറ്റ് വലിയ രീതിയിലേക്ക് ബൂമായി പോകുമ്പോഴും ഒക്കെ തന്നെയും ക്ഷമയോടെ കാത്തിരിക്കാനും കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മുടങ്ങാതെ ചെയ്യാനുമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റൂ. അല്ലാതെ അയ്യോ ഇതിപ്പോൾ പ്രശ്നമാണല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കേണ്ട സമയമല്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വേസ്റ്റാക്കി കളയുന്ന സമയത്ത് ബുദ്ധിമാന്മാർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ക്യാഷ് എടുക്കുന്നു. അതായത് മാർക്കറ്റിനെ പറ്റി അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു? SIP സ്റ്റാർട്ട് ചെയ്യുന്നു. മാർക്കറ്റൊക്കെ ഇങ്ങനെ ഇടിയുമ്പോൾ എന്ത് ചെയ്യുന്നത്? സെല്ല് ചെയ്തിട്ട് അവർ ഈ പരിപാടി നിർത്തിപ്പോകുന്നു. പക്ഷേ ബുദ്ധിയുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? മാർക്കറ്റ് ഇടിയുമ്പോൾ ബൈ ചെയ്യുന്നു. അത് വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അത് വലിയ പ്രോഫിറ്റിലേക്ക് അവർ എത്തിക്കുന്നു. അങ്ങനെയാണ് മാർക്കറ്റിനെ അറിയാവുന്ന ആളുകൾ ചെയ്യുന്നത്. മാർക്കറ്റിനെ അറിയാൻ പറ്റുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെല്ല് ചെയ്തിട്ട് പരിപാടിയെ വേണ്ട അതുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് SIP ഒക്കെ തുടങ്ങിയത് ഏകദേശം ഈ കൊറോണയ്ക്ക് ശേഷം തുടങ്ങിയത് ഏകദേശം 10 കോടിക്ക് മുകളിലാണ് പുതിയ SIPകൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ പകുതിയോളം SIP സ്റ്റാർട്ട് ചെയ്ത അക്കൗണ്ടുകളും ഇപ്പോൾ സ്റ്റോപ്പായി. കാരണം എന്താ? അവർക്ക് മാർക്കറ്റിനെ പറ്റി അറിയാനുള്ള ക്ഷമയില്ല, കാത്തിരിക്കാനുള്ള ക്ഷമയില്ല, ഇതൊന്നുമില്ല. അവർക്ക് ജസ്റ്റ് ഇതൊരു ടൈം പാസ് ആയിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ അടിസ്ഥാനത്തിൽ വന്നിട്ട് മാർക്കറ്റിനെ കണ്ടവരാണ്. അപ്പോൾ അങ്ങനെ ആവരുത്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്, എൻ്റെ ഗോൾ എനിക്ക് നടപ്പാക്കണമെന്ന വലിയ ആഗ്രഹം ഉള്ളിൽ നിന്നുണ്ടായാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പോൾ ബാങ്കിൽ നിന്നും ഒരു 9% അല്ലെങ്കിൽ 8% റിട്ടേൺ കിട്ടുമ്പോൾ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ, ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നിങ്ങളത് മ്യൂച്വൽ ഫണ്ടിലും SIPയിലൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 15% എന്തായാലും ലോങ് ടൈമിൽ കിട്ടുമ്പോൾ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ബാങ്കിൻ്റെ റിട്ടേണും അതുപോലെ SIP മ്യൂച്വൽ ഫണ്ട് റിട്ടേണും തമ്മിൽ വലിയ വ്യത്യാസമാണ് ലോങ് ടൈമിലേക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വളരെ നിശബ്ദമായി കാണുക, പ്രതീക്ഷയോടെ ഇരിക്കുക. ഞാൻ പറഞ്ഞ പ്രതീക്ഷ എന്ന വാക്ക് പോലുമല്ല, ഇതൊരു അവസരമായി തന്നെ കാണണം. ഓരോ പ്രാവശ്യവും മാർക്കറ്റ് ഇടിയുമ്പോൾ ഒരു അവസരമായി കണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ യൂണിറ്റ്സിനും ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രൈസിന് കിട്ടുന്നു, നാളെ ഈ യൂണിറ്റുകൾ വലിയ പ്രൈസായി മാറും, മാർക്കറ്റ് മുകളിലേക്ക് കയറുമ്പോൾ എന്നുള്ള ബേസിക് ധാരണ എല്ലാവർക്കും ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് മാർക്കറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റഡായി നിൽക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ മാർക്കറ്റിൽ എന്താണ് ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റർ ചെയ്യേണ്ടതെന്നാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ധൈര്യമായിട്ടിരിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ലോങ് ടൈമിലേക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴി ഇത് മാത്രമാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് സാധാരണക്കാരനായ ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ടത്. കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്നാൽ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.